സ്കൂൾ ഓഫ് ഡ്രാമ അല്ലേ? ഡ്രാമ സ്കൂളിൽ ഒരു പഠിച്ചിരുന്നു. എന്താണ് അതുകൊണ്ടുണ്ടായിട്ടുള്ളൊരു ഗുണം? സ്കൂൾ ഓഫ് ഡ്രാമയിലെ തുടക്ക കാലഘട്ടത്തിലെ ഒരു ഞാൻ 7th ബാച്ചാണ്. അത് തുടങ്ങിയത് ഉള്ള സമയത്തുള്ള ഒരു ആണ്. അന്ന് നാടകത്തിനൊക്കെ പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആളുകളൊന്നും വിടില്ല. കാരണം വെച്ചാൽ അന്ന് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. ഇന്നിപ്പോൾ ധാരാളം ഉണ്ട്. അന്ന് ആകെ ഒരു ദൂരദർശൻ കേന്ദ്രം പിന്നീട് വന്നപ്പോൾ അതിൽ കുറച്ച് അവസരങ്ങൾ, അതുപോലെ സംഗീത നാടക അക്കാദമി. ജീവിതത്തിൽ നല്ല പ്രയോജനമാണ് ചെയ്തത്. തീർച്ചയായും. പക്ഷേ ഞാൻ ആ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് അത്ര വളരെ ഭയങ്കര ഒരു 3 സെമസ്റ്ററിന് ശേഷമൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ് എന്നുള്ള സംഭവം. അതിന് ശരിക്കും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായ പ്രൊഫഷണലിസം തന്നത് ആ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആ ട്രെയിനിങ് ആണ്. അന്ന് അവിടെ ഒരു ക്രീമാണ്. അവിടുത്തെ അന്നത്തെ അധ്യാപകരെല്ലാം ഒരു എന്താ പറയുക, ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു അവിടെ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അവരുടെ ശിക്ഷണത്തിൽ നമുക്ക് പഠിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അതൊരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഫൗണ്ടേഷൻ. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും തിയേറ്ററിൽ കൂടുതൽ സജീവമാവാനൊക്കെ ഇതുണ്ടായത്. നസറുദ്ദീൻ ഷായ്ക്ക് മയം ചെയ്തിട്ടുണ്ട്. അതെന്താണ് സംഭവം? അത് ശരിക്ക് സാമുവൽ ബക്കറ്റ് എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായ പ്ലെയറൈറ്റ് മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പലരും പല സ്ഥലങ്ങളിലും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലും അങ്ങനെ ഒരു ഫെസ്റ്റിവൽ വെച്ചു. അപ്പോൾ നസറുദ്ദീൻ ഷായിലൊരു നാടകം ചെയ്യുന്നതായിരുന്നു, വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നൊരു നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. ടോം ആൾട്ടർ അങ്ങനെയുള്ള കുറേ വലിയ പ്രശസ്തരായ ഹിന്ദി നടന്മാരാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ ശശി കപൂറിൻ്റെ മകള് നമ്മുടെ സാക്ഷാൽ സഞ്ജന കപൂർ അഭിനയിക്കുന്നു. അങ്ങനെ പല. അപ്പോൾ ഞങ്ങൾ ഒരു നാടകം ഇവിടെ നിന്ന് കൊണ്ടുവരുന്നു. അതായത് VK പ്രകാശാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. VKP ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അതിൽ ഒരു 1 മാൻ ഷോ ആണത്. 45 മിനിറ്റുള്ള 1 മാൻ ഷോ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതിൽ വേറെ മ്യൂസിക് ഇല്ല, ഒന്നുമില്ല. ഈ ഓൺലി ഹോൾ ബോഡി ആക്ടിങ് ആണ്. ശരീരം കൊണ്ടും അയാളുടെ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ നാടകം. അതൊരു അസംബന്ധ നാടകം, ആക്ഷൻസിലൂടെ മാത്രമാണ്. അതായത് നമ്മളെ മ്യൂസിക് സപ്പോർട്ടിങ് ഫാക്ടർ ഒന്നുമില്ല, മ്യൂസിക് ഇല്ല. അപ്പൊ നമ്മൾ മുഴുവൻ നമ്മൾ അക്രോബാറ്റിക് ആയിട്ട് രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും തലേ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ ആ ഫെസ്റ്റിവലിൽ തലേ ദിവസമായിരുന്നു ആ നാടകം ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊക്കെ കാണാൻ പോയിരുന്നു. നസറുദ്ദീൻ ഷാ എന്നൊക്കെ ഭയങ്കര നമ്മുടെ ഒരു അദ്ദേഹത്തിന് ഭയങ്കരമായി ആരാധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, VKPയുടെ നാടകം VKP നേരത്തെ അറിയാം, VK പ്രകാശിനെ അറിയാം. അപ്പോൾ VKP അപ്പം നാളെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കാണാൻ വന്നിരുന്നു. ഫ്രണ്ടിൽ റോ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ലൊരു സദസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല, ഇനി കിട്ടുമോന്നും അറിയില്ല. ശശി കപൂർ ഇരിക്കുന്നു, ഓംപുരി ഇരിക്കുന്നു, നസറുദ്ദീൻ ഷാ, പിന്നെ ബെഞ്ചമിൻ ഗിലാനി, അങ്ങനെ വലിയ അതായത് പ്രമുഖരായ ആൾക്കാർ. തമസ് എന്ന് പറഞ്ഞ വലിയൊരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അപ്പോൾ എനിക്കിനി ഇതുപോലെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഇനി ഓഡിയൻസ് കിട്ടില്ല എന്ന് അറിയുന്നത്. അപ്പോൾ തകർത്ത് നമ്മൾ ചെയ്തതിന് ശേഷം നസറുദ്ദീൻ ഷാ വന്നു. VKPയോട് ഭയങ്കരമായി അതിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. എന്നെ കണ്ടതിന് ശേഷം പുള്ളി എന്നെ വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എക്സലൻറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫുൾ വേർത്തൊലിച്ച് നിൽക്കുകയാണ്. കാരണം ഇത് 40 മിനിറ്റ് ഞാൻ ഷോ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഈ കണ്ണ് നിറഞ്ഞൊന്നും അദ്ദേഹം കാണില്ല, കാരണം ഞാൻ മൊത്തത്തിൽ ഇതായിട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുമോദനമാണ്. കാരണം അദ്ദേഹത്തിനെ പോലൊരാൾ VKPയോട് പറഞ്ഞൊരു വാക്കാണ് അതിൽ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് കുറേ സാധനങ്ങൾ ഈ വായുവിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ഈ മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഈ വെള്ളം അങ്ങനെ ഇറങ്ങി വരും, വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ ഇറങ്ങി വരുന്നു. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ലാഡറിലൂടെ ഓടിപ്പോയി പിടിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതുപോലും വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ശരിക്കും ഇയാൾ അതും ആ പ്രോപ്പർട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല പുള്ളിക്ക്. ഇതും മൈം ചെയ്യാൻ ഇയാൾക്ക് പറ്റുമായിരുന്നു എന്ന് VKPയോട് അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അതൊരു വലിയ സംഭവം. കാരണം നമ്മളാരും അറിയില്ല. നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അല്ല, അതായിട്ട് ശേഷമാണ് ഇങ്ങനെയുള്ള പല ആളുകളുടെ നമുക്ക് കിട്ടുന്ന അതൊക്കെ നമുക്കൊരു ഭയങ്കരമായ ഒരു എന്താ പറയുക, ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ഒരു എനർജി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ലാതെ ആ വാക്കുകൾക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം പൊന്തന്മാടയിൽ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പൊന്തന്മാടയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന ഒരാൾ കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാന്ന് എല്ലാവരും ആരാധകരെ ഇയാൾക്കറിയണം ആരാ എന്ന് ചോദിച്ചാൽ അപ്പോൾ തിയേറ്ററിൽ ഉള്ള ഒരാളാണ് പറഞ്ഞു. പിന്നെയാണ് നസറുദ്ദീൻ ഷാ. അപ്പോൾ ഞാൻ ആ ബന്ധമൊക്കെ ഒന്ന് പുതുക്കി ആ സമയത്ത്. മുകുന്ദന് സ്റ്റേറ്റ് അവാർഡ് 2012 കിട്ടിയത് ഈ അമൃതയുടെ ഒരു അതെ അമൃതയിലെ ടെലികാസ്റ്റ് ചെയ്ത് സന്ധ്യാരാഗം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശസ്തമായ കെ സുരേന്ദ്രൻ്റെ താളം എന്ന് പറഞ്ഞ നോവലിനെ ബേസ് ചെയ്ത് നമ്മളെ ഡയറക്ടറായ ശിവമോഹൻ തമ്പി ചേട്ടന്
ഡയറക്റ്റ് ചെയ്ത സീരിയലിനാണ് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ടെലിവിഷനിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഒരു വലിയ, കാരണം കണ്ടമാന എൻട്രീസ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് നിറയെ ആൾക്കാരുണ്ട്. നമുക്കതൊക്കെ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഭാഗ്യമാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ അവാർഡിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ പ്രൈവറ്റ് അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ ക്രിട്ടിക്സ് അവാർഡ് മറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് ഒരു തവണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ, എനിക്ക് അവാർഡുകൾ എപ്പോഴും, ശ്രീയേട്ടന് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീയേട്ടന് അറിയാമോ, നമുക്കൊരു പ്രചോദനമാണല്ലോ ശരിക്കും അവാർഡ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഈ അവാർഡിനേക്കാളിലൊക്കെ ഞാൻ വിലമതിക്കുന്ന ഒരു പ്രചോദനം എനിക്ക് ഒരാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ. അതായത് ജ്വാലയ എന്ന് പറഞ്ഞ എൻ്റെ ഫംഗ്ഷൻ എല്ലാ ഇതിലും ഫംഗ്ഷൻ നടക്കാറുണ്ട്. 100 എപ്പിസോഡ് വീതം ഫംഗ്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ഫംഗ്ഷനും അദ്ദേഹം വരാറുണ്ട്. നമുക്ക് അങ്ങനെ അതായത് ഇങ്ങനെ ആ സീരിയലിനെ കുറിച്ച്, ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് അദ്ദേഹം പറയും. ഇങ്ങനെ നെടുപടി വേണിച്ചേട്ടനെ കുറിച്ച്, എം ആർ ഏട്ടനെ കുറിച്ച്, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമല്ലോ എന്നൊരു പ്രതീക്ഷ, പറഞ്ഞാൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ മുകുന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഇവൻ നമ്മുടെ സീരിയലിലെ മോഹൻലാലല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് അതിനൊരു ഏറ്റവും വലിയ എന്ന് വെച്ചാൽ, ഒന്ന് മമ്മൂക്ക അത് പറയുന്നു. അതെ, പറയുന്നത് ആരെക്കുറിച്ചാണ്, ആ വിശേഷണോ ആരെക്കുറിച്ചാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച് അതായത് ഒന്ന് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഒരു നടനെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ പ്രചോദനമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവാർഡ് അല്ല അങ്ങനെ അല്ല, അതായത് അതിനൊരു നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനമായിട്ടുള്ള വാക്കുകളാണത്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അവാർഡ്. ദേവി എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു. ആണോ? എന്താണ്, വൈ യു ആർ ഡൂയിങ് ലൈക്ക് ദിസ്? ഞാൻ മനഃപൂർവ്വം ചെയ്യണല്ല. എനിക്കങ്ങനെ മറച്ചു വയ്ക്കുന്ന ഒരു സംഭവം പറഞ്ഞില്ലേ, അതുപോലെ എനിക്കൊന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. തിരിച്ചു പറയുന്ന വെച്ചാൽ ഐ വോണ്ട് ടു റിയാക്ട്. എനിക്ക് അപ്പൊ തന്നെ റിയാക്ട് ചെയ്ത് അത് തീർക്കണം. മമ്മൂക്കയുടെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് അല്ലാതെ അത് വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ അഭിനയിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാവും. ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു. ഒരുപാട് പേരെന്നെ വിളിക്കാറില്ല. വളരെ പ്രയാസമുള്ള സിനിമ കിട്ടാൻ. അയ്യോ ദേവിയെത്തോ, ഭയങ്കര പ്രശ്നമാണ്. സെറ്റ് വന്ന എന്തെങ്കിലുമൊക്കെ പറയാ, അല്ലെങ്കിൽ അവർ കരയും. ഈ രണ്ടെണ്ണമാണ് പറയുന്നത് അല്ലേ? ഒന്നീ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഭയങ്കര പാവ. പിന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഭയങ്കര പാവ.